നമസ്തേ, പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊറോണയെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ടവരെ നാട്ടിലെത്തിക്കുന്ന നടപടികൾ ഊർജിതമെന്ന് ദുബായ് ഇന്ത്യൻ കോൺസുൽ ജനറൽ. കൊറോണ സൃഷ്ടിച്ച ബുദ്ധിമുട്ട് മറികടക്കും. ഭാരത സർക്കാർ UAE ഭരണകൂടവുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും ഡോക്ടർ അമൻപുരി. കുവൈറ്റിൽ പുതുതായി 633 പേർക്ക് കൂടി കൊറോണ. ആകെ മരണസംഖ്യ 525. സൗദിയിൽ 1069 പേർക്ക് കൂടി വൈറസ് ബാധ. സംസ്ഥാനത്ത് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് 2543 പേർക്ക്. ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്ക്. 229 പേരുടെ ഉറവിടം അവ്യക്തം. രാജ്യത്ത് കൊറോണ രോഗികളുടെ എണ്ണം 33 ലക്ഷം കടന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ IT ഫെലോ അരുൺ ബാലചന്ദ്രനെ കസ്റ്റംസ് ചോദ്യം ചെയ്തു. നയതന്ത്ര ബാഗേജിന്റെ മറവിൽ സ്വർണ്ണക്കടത്ത് നടത്തിയ കൂടുതൽ പേരുടെ പങ്കാളിത്തം വെളിപ്പെടുത്തി ഫൈസൽ ഫരീദ്. സ്വപ്നയെയും സരിത്തിനെയും വീണ്ടും ചോദ്യം ചെയ്യും. കുറ്റവിമുക്തനാകുന്നതുവരെ കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ നമ്പ്യാർ മാറി നിൽക്കുമെന്ന് ജനം TV MD P വിശ്വരൂപൻ. ജനം TV ഓഹരിയെക്കുറിച്ച് ചിലർ പ്രചരിപ്പിക്കുന്നത് വ്യാജ വാർത്തയെന്നും MD. SNC ലാവ്ലിൻ അഴിമതി കേസ് പരിഗണിക്കുന്നത് നീട്ടിവെക്കണമെന്ന് സുപ്രീം കോടതിയിൽ അപേക്ഷ. തിങ്കളാഴ്ച കേസ് പരിഗണിക്കാനിരിക്കെ അപേക്ഷ നൽകിയത് പ്രതി R ശിവദാസൻ നായർ. കോടതി തുറന്ന ശേഷം കേസ് നേരിട്ട് പരിഗണിക്കണമെന്നും ആവശ്യം. ബാലഭാസ്കറിന്റെ മരണത്തിൽ ഡ്രൈവർ അർജുനെ CBI ചോദ്യം ചെയ്തു. തൃശൂരിലെ സ്വകാര്യ ഹോട്ടലിൽ ചോദ്യം ചെയ്തത് തിരുവനന്തപുരത്ത് നിന്നുള്ള CBI സംഘം. ബാലഭാസ്കറിന്റെ അപകട സമയത്ത് വാഹനമോടിച്ചതാരെന്ന കാര്യത്തിൽ ദുരൂഹത തുടരുന്നു. കോൺഗ്രസിൽ സോണിയയ്ക്കും രാഹുലിനുമെതിരെ പ്രതിഷേധം കടുപ്പിക്കാനുറച്ച് മുതിർന്ന നേതാക്കൾ. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ 50 വർഷം കഴിഞ്ഞാലും കോൺഗ്രസ് പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരുമെന്ന് ഗുലാം നബി ആസാദ്. ശശി തരൂരിനെതിരെ ആഞ്ഞടിച്ച് കൊടിക്കുന്നിൽ സുരേഷ്. തരൂരിന് രാഷ്ട്രീയ പക്വതയില്ല. തരൂർ കോൺഗ്രസിലെ ഗസ്റ്റ് ആർട്ടിസ്റ്റ് എന്നും കൊടിക്കുന്നിൽ. പറയാം, എനിക്ക് ഏത് നിലപാട് സ്വീകരിക്കാം എന്ന് അദ്ദേഹം ചിന്തിക്കുന്നതും അങ്ങനെ നിലപാടിലേക്ക് പോകുന്നതും ശരിയല്ല. ശശി തരൂർ ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആയിട്ട് ആണ് കോൺഗ്രസിലേക്ക് വന്നത്. ഇപ്പോഴൊരു ഗസ്റ്റ് ആർട്ടിസ്റ്റിനെ പോലെയാണ് അദ്ദേഹം നിൽക്കുന്നത്. സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണത്തിൽ നടി റിയ ചക്രവർത്തിയെ CBI ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യൽ മുംബൈയിൽ. നടപടി സുശാന്തിന്റെ അച്ഛൻ നൽകിയ പരാതിയിൽ. വിശദമായ വാർത്തയിലേക്ക്. കൊറോണയെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്ന നടപടികൾ ഊർജിതമായി പുരോഗമിക്കുകയാണെന്ന് ദുബായ് ഇന്ത്യൻ കോൺസുൽ ജനറൽ ഡോക്ടർ അമൻപുരി. കൊറോണ സൃഷ്ടിച്ച ബുദ്ധിമുട്ട് മറികടക്കാൻ ഇന്ത്യൻ സർക്കാർ UAE ഭരണകൂടവുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും അമൻപുരി വ്യക്തമാക്കി. രേഖകൾ നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാത്തവർക്ക് എമർജൻസി സർട്ടിഫിക്കറ്റുകളും പാസ്പോർട്ട് വിതരണവും വേഗത്തിലാക്കാൻ ഊർജിത നടപടികൾ സ്വീകരിച്ചതായി ദുബായ് ഇന്ത്യൻ കോൺസുൽ ജനറൽ ഡോക്ടർ അമൻപുരി വ്യക്തമാക്കി. കൊറോണ മൂലം പ്രവർത്തനം നിർത്തിവെച്ചതിനെ തുടർന്ന് BLS കേന്ദ്രങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളിൽ തീർപ്പ് കൽപ്പിക്കുന്ന നടപടി അടുത്ത മാസം അവസാനത്തോടെ പൂർത്തിയാകും. പാസ്പോർട്ടിന്റെ പകർപ്പ് പോലും കൈവശമില്ലാത്തവർക്ക് ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കുന്ന മറ്റെന്തെങ്കിലും രേഖ കാണിച്ചാൽ വേഗത്തിൽ പാസ്പോർട്ട് വിതരണം ചെയ്യാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കൊറോണയ്ക്ക് ശേഷമുള്ള പ്രവാസ ജീവിതം കൂടുതൽ ക്ഷേമകരമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും ഡോക്ടർ അമൻപുരി പറഞ്ഞു. We do hope that with the resilience of people here in the UAE and by the partnership of both governments and the private sector, we should facilitate the economic revival. കൊറോണ സമയത്ത് കോൺസുലേറ്റിന്റെ ഹെൽപ്പ് ഡെസ്ക് നന്നായി തന്നെ പ്രവർത്തിച്ചുവെന്ന് അമൻപുരി അഭിപ്രായപ്പെട്ടു. ഒരു മാസം ഏകദേശം 80,000 ഫോൺ വിളികൾ എത്തി. വന്ദേ ഭാരത് ദൗത്യത്തിൽ 3,75,000 പേർ ഇതിനോടകം നാട്ടിലേക്ക് മടങ്ങി. 600 പേർക്ക് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് സൗജന്യ വിമാന ടിക്കറ്റ് നൽകി. കോൺസുലാർ സേവനം ഇപ്പോൾ 365 ദിവസമായി ദീർഘിപ്പിച്ചിട്ടുണ്ട്. പരാതി പരിഹരിക്കുന്നതിന് ഏകജാല സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അമൻപുരി അറിയിച്ചു. ജനം, ദുബായ്. കുവൈറ്റിൽ പുതുതായി 633 പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചു. 3 പേർ കൂടി മരിച്ചതോടെ രാജ്യത്തെ ആകെ കൊറോണ മരണസംഖ്യ 525 ആയി. അതേസമയം 798 പേർ ഇന്ന് രോഗമുക്തി നേടി.
കലാകുവൈറ്റ് ഏർപ്പെടുത്തിയ ചാർട്ടേഡ് വിമാനം 316 യാത്രക്കാരുമായി കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. യാത്രയ്ക്ക് ആവശ്യമായ PPE കിറ്റുകളുടെ വിതരണവും നടന്നു. ഇതുവരെയായി 9 വിമാനങ്ങളിലായി 2900 പേരെ നാട്ടിലെത്തിച്ചതായി കലാകുവൈറ്റ് അറിയിച്ചു. സർവീസിനായുള്ള പ്രവർത്തനങ്ങളിൽ സഹകരിച്ച ഇന്ത്യൻ എംബസിക്കും കുവൈറ്റ് എയർവേസ് അധികൃതർക്കും നന്ദി അറിയിക്കുന്നതായി പ്രസിഡന്റ് ജ്യോതിഷ് ചെറിയാൻ, ജനറൽ സെക്രട്ടറി CK നൌഷാദ് എന്നിവർ പറഞ്ഞു. കുവൈറ്റിൽ മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. കൊല്ലം കൊട്ടാരക്കര കലയപുരം സ്വദേശി ബിജു യോഹന്നനാണ് മരിച്ചത്. അഹമ്മദി ബുർഗാൻ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. കുവൈറ്റിൽ പുതുതായി 633 പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചു. 3 പേർ കൂടി മരിച്ചതോടെ രാജ്യത്തെ ആകെ കൊറോണ മരണസംഖ്യ 525ആയി. അതേസമയം 798 പേർ ഇന്ന് രോഗമുക്തി നേടി. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. ഇന്ന് റിപ്പോർട്ട് ചെയ്ത 3 മരണം ഉൾപ്പെടെ കുവൈറ്റിലെ ആകെ കൊറോണ മരണം 525ആയി. ഇതിൽ 60 പേർ മലയാളികളാണ്. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 4317 സാമ്പിളുകളാണ് ആരോഗ്യ മന്ത്രാലയം പരിശോധന നടത്തിയത്. ഇതിൽ നിന്നും 633 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 83578ആയി. ഇതിൽ 75320 പേർ രോഗമുക്തി നേടിയവരാണ്. രാജ്യത്താകെ 6,07,921 പേരെയാണ് വൈറസ് പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുള്ളത്. ഇന്ന് പുതുതായി 798 പേരാണ് രോഗബാധയിൽ നിന്നും സുഖം പ്രാപിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ കൂടുതൽ രോഗബാധ കണ്ടെത്തിയത് 170 പേരിൽ അഹമ്മദിൽ നിന്നുമാണ്. ആരോഗ്യ മേഖല തിരിച്ച് 150 പേർ ഹവലിയിൽ നിന്നും, 123 പേർ ഫർവാനിയിൽ നിന്നും, 97 പേർ ജഹ്റയിൽ നിന്നും, ക്യാപിറ്റൽ ഗവർണറേറ്റിൽ നിന്നും 93 പേരിലുമാണ് രോഗം വ്യാപിച്ചത്. നിലവിൽ 7773 പേരാണ് വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുള്ളത്. ഇതിൽ 94 പേർ തീവ്ര പരിചരണ വിഭാഗത്തിലാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ജനം, കുവൈറ്റ്. സ്വർണ്ണക്കടത്ത് കേസിൽ പുതിയ വഴിത്തിരിവ്. നയതന്ത്ര ബാഗേജിന്റെ മറവിൽ സ്വർണ്ണക്കടത്ത് നടത്തിയ വിദേശത്തുള്ള കൂടുതൽ പേരുടെ പങ്കാളിത്തം വെളിപ്പെടുത്തി ഫൈസൽ ഫരീദ്. സ്വപ്നയെയും സന്ദീപിനെയും എന്നിയെ വീണ്ടും ചോദ്യം ചെയ്യും. ദുബായിൽ ഫൈസൽ ഫരീദ് നൽകിയ നിർണായക മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നീക്കങ്ങൾ. സ്വർണ്ണക്കടത്ത് കേസിൽ NIA സംഘം UAE-ലെത്തി നടത്തിയ അന്വേഷണ വിവരങ്ങളുടെയും ദുബായിലുള്ള മുഖ്യപ്രതി ഫൈസൽ ഫരീദ് നൽകിയ സുപ്രധാന മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘങ്ങളെല്ലാം ഒരു തവണ ചോദ്യം ചെയ്ത സ്വപ്ന, സരിത്ത്, സന്ദീപ് എന്നിവരെ NIA ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യുന്നത്. സ്വപ്ന ഉൾപ്പെട്ട സംഘം നയതന്ത്ര ബാഗേജിന്റെ മറവിൽ 21 തവണ വിദേശത്ത് നിന്ന് സ്വർണം കടത്തിയതിൽ ഒടുവിലെ 2 തവണ അയച്ചത് മാത്രമാണ് തന്റെ പേരിലുള്ളതെന്ന് ഫൈസൽ ഫരീദ് NIAക്ക് മൊഴി നൽകിയിരുന്നു. UAE പൗരന്മാരുടെ പേരിലാണ് 14 കൺസൈൻമെന്റുകളും എത്തിയത്. ഇവരെ ചോദ്യം ചെയ്യാൻ NIAക്ക് കഴിഞ്ഞിട്ടില്ല. സ്വപ്നയും സരിത്തും സന്ദീപും ഉൾപ്പെട്ട സ്വർണ്ണക്കടത്തിന്റെ പല വിശദാംശങ്ങളും ഫൈസൽ ഫരീദ് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം 3 പ്രതികളും മറച്ചുവെച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് റിമാൻഡിലായ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ ലഭിക്കാൻ NIA കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. കേരളത്തിലെ സ്വർണ്ണക്കടത്ത് നിയന്ത്രിക്കുകയും ഹവാല, കള്ളപ്പണ ഇടപാടുകളിൽ പങ്കാളിത്തമുള്ളതായും അന്വേഷണ സംഘം കണ്ടെത്തിയ KT റമീസിനെയും കസ്റ്റഡിയിൽ വാങ്ങിയേക്കും. 166 കിലോ സ്വർണമാണ് ഈ സംഘം പല പ്രാവശ്യമായി കടത്തിയിട്ടുള്ളത്. സ്വർണ്ണക്കടത്തിന്റെ കമ്മീഷൻ പറ്റിയിരുന്നതായി സ്വപ്നയും സരിത്തും വെളിപ്പെടുത്തിയിരുന്ന കോൺസുൽ ജനറലിൽ നിന്നും അറ്റാഷയിൽ നിന്നും വിവരങ്ങൾ തേടാൻ NIAക്ക് കഴിഞ്ഞിരുന്നില്ല. ജനം, കൊച്ചി. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ IT ഫെല്ലോ അരുൺ ബാലചന്ദ്രനെ കസ്റ്റംസ് ചോദ്യം ചെയ്തു. സ്വപ്നയും സംഘവും ഗൂഢാലോചന നടത്തിയ സെക്രട്ടേറിയറ്റിന് സമീപത്തെ ഫ്ളാറ്റ് വാടകയ്ക്ക് എടുത്തു നൽകിയത് അരുൺ ബാലചന്ദ്രനായിരുന്നു. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഫ്ളാറ്റ് എടുത്ത് നൽകിയതെന്ന് അരുൺ ബാലചന്ദ്രൻ മൊഴി നൽകി. M ശിവശങ്കറിന്റെ ദുരൂഹ ഇടപാടുകളിൽ വ്യക്തത തേടിയാണ് അരുൺ ബാലചന്ദ്രനെ കസ്റ്റംസ് കൊച്ചി പ്രിവന്റീവ് കമ്മീഷൻ ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. വ്യാഴാഴ്ച ഹാജരാകാനായിരുന്നു അരുൺ ബാലചന്ദ്രനെ നോട്ടീസ് നൽകിയിരുന്നതെങ്കിലും വ്യക്തിപരമായ അസൗകര്യങ്ങളുള്ളതിനാൽ ഹാജരാകാനാകില്ലെന്ന് അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടതനുസരിച്ച് ഇന്ന് ഹാജരായത്. ഉച്ചയ്ക്ക് 12:30യോടെയാണ് മുഖ്യമന്ത്രിയുടെ മുൻ IT ഫെല്ലോ അരുൺ ബാലചന്ദ്രൻ ചോദ്യം ചെയ്യലിനെത്തിയത്. സെക്രട്ടേറിയറ്റിന് സമീപത്തെ ഫ്ളാറ്റ് ഒരാഴ്ചത്തേക്ക് വാടകയ്ക്കെടുത്ത് നൽകാനാണ് M ശിവശങ്കർ പറഞ്ഞതെന്നും ഇതിനായി വാട്സാപ്പ് സന്ദേശങ്ങളും അയച്ചിരുന്നെന്നും അരുൺ ബാലചന്ദ്രൻ മൊഴി നൽകി. സ്വപ്നയ്ക്ക് ഫ്ളാറ്റ് ബുക്ക് ചെയ്ത് നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കസ്റ്റംസ് തിരക്കിയതെന്ന് അരുൺ ബാലചന്ദ്രൻ പറഞ്ഞു. റൂം ബുക്ക് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ എൻ്റെ പേരിനാക്കി വലിച്ചയച്ചത്. അപ്പം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചോദിച്ചു, ഡീറ്റെയിൽ ആയിട്ടുള്ള മൊഴികൾ കൊടുത്തു, അത്രേ ഉള്ളൂ. IT വകുപ്പിലെ സുപ്രധാന പദവികളിൽ അരുൺ ബാലചന്ദ്രൻ എത്തിയതിലും മുഖ്യമന്ത്രിയുടെ IT ഫെലോയായി തെരഞ്ഞെടുക്കപ്പെട്ടതിലും M ശിവശങ്കർ സ്വാധീനം ചെലുത്തിയിരുന്നോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ജനം, കൊച്ചി.
സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ആരോപണമുയർന്ന പശ്ചാത്തലത്തിൽ ആരോപണങ്ങളിൽ നിന്നും വിമുക്തനാകുന്നതുവരെ ജനം TV കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ നമ്പ്യാർ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുമെന്ന് MD പി വിശ്വരൂപൻ അറിയിച്ചു. ജനം TVയുടെ ഓഹരിയുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകളാണ് പ്രചരിക്കുന്നത്. ജനം TV വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട വാർത്തകളും അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനം TVയെയും അനിൽ നമ്പ്യാരെയും സംബന്ധിക്കുന്ന ഒരുപാട് വ്യാജ വാർത്തകൾ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സോഷ്യൽ മീഡിയയിലായാലും മറ്റ് മാധ്യമങ്ങളിലായാലും. ജനം TVയുടെ 5200 വരുന്ന ഓഹരിക്കാർക്കും അതുപോലെ തന്നെ ദശലക്ഷക്കണക്കിന് വരുന്ന അതിൻ്റെ പ്രേക്ഷകർക്കും ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ജനം TVയുടെ 300 വരുന്ന സ്റ്റാഫിൽ ഒരാൾ മാത്രമാണ് അനിൽ നമ്പ്യാർ. അദ്ദേഹം അതിൻ്റെ ഓഹരിക്കാരനല്ല. അദ്ദേഹത്തിൻ്റെ ചുമതല കോർഡിനേറ്റിംഗ് എഡിറ്റർ എന്നുള്ളതാണ്. അദ്ദേഹം ആ ചുമതലയിൽ വളരെ വിദഗ്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. വളരെ പോസിറ്റീവായിട്ട് ന്യൂസ് ചെയ്യുന്ന ഒരാളും കൂടെയാണ്. ഒരു ടെലിഫോൺ കോളിൻ്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് വിളിച്ചിരുന്നു. ഇതിൽ ഇന്നിപ്പോൾ കാണുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനെ സംബന്ധിക്കുന്ന ഒരു കാര്യത്തിലാണ് അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനെ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയും അതിനുശേഷം പറഞ്ഞു വിടുകയും ചെയ്തു. അത് എന്തായിരുന്നാലും അത് അദ്ദേഹത്തിൽ കുറ്റാരോപിതനായിരിക്കണം അദ്ദേഹം. ആ കുറ്റാരോപണത്തിൽ നിന്നും അദ്ദേഹം വിമുക്തനാകുന്നവരെ അദ്ദേഹം ജനം TVയുടെ കൂടെ ഉണ്ടായിരിക്കുന്നതല്ല. അതിനു മുന്നേ നമ്മൾ എടുത്തിട്ടുള്ള പരിപാടികൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ നമ്മൾ അവതരിപ്പിക്കുക. ആ കുറ്റത്തിൽ നിന്ന് വിമുക്തനാകുന്നവരെ അദ്ദേഹം ജനം TVയുടെ കാര്യപരിപാടികളൊന്നും തന്നെ പങ്കെടുക്കുന്നതല്ല. കുറ്റവിമുക്തനായാൽ അദ്ദേഹം വീണ്ടും ആക്റ്റീവായിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ നമ്മുടെ വെബ്സൈറ്റ് janantv.com എന്നുള്ള വെബ്സൈറ്റിൽ നമ്മുടെ എല്ലാ കണ്ടൻറ്റും എല്ലാ സമയത്തും വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ ഒഫീഷ്യൽ വെബ്സൈറ്റായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് ഇൻഫർമേഷൻസുമായിട്ടുള്ള വെബ്സൈറ്റായിട്ടുള്ള janantv.org എന്നുള്ള സൈറ്റ് അപ്രത്യക്ഷമായെന്നുള്ള വ്യാജ വാർത്ത നടക്കുന്നുണ്ട്. അതും വ്യാജമാണ്. ആ സൈറ്റിന് യാതൊരു പ്രശ്നവുമില്ല. എന്നും എപ്പോഴും നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും നോക്കാവുന്നതാണ്. janantv.org എന്നുള്ള സൈറ്റിൽ ജനം TVയുടെ എല്ലാവിധ ഇൻഫർമേഷനും ഉണ്ട്. മുന്നും അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണോ ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമുക്ക് ആർക്കും മാറ്റാൻ പറ്റുന്നതല്ല. അത് ROCയുടെ ഡോക്യുമെൻ്റാണ്. ROCയുടെ സൈറ്റിൽ പോയാൽ ആർക്കും അതിൽ നോക്കാൻ പറ്റും. എത്ര ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, എത്ര പേര് കാശ് മുടക്കിയിട്ടുണ്ട്, അത് ആരൊക്കെ എന്നുള്ള ലിസ്റ്റ് ROC സൈറ്റിലുണ്ടായിരിക്കും. അതിനെപ്പറ്റി യാതൊരുവിധ അറിവുമില്ലാത്ത കുറച്ച് ആൾക്കാരാണ് ഇതിൻ്റെ പുറകിൽ ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ കരുതിയിരിക്കാൻ ഞാൻ എൻ്റെ പ്രേക്ഷകരോടും അതുപോലെ തന്നെ ഓഹരിക്കാരോടും അഭ്യർത്ഥിക്കുകയാണ്. SNC ലാവ്ലിൻ അഴിമതി കേസ് പരിഗണിക്കുന്നത് നീട്ടിവെക്കണമെന്ന് സുപ്രീം കോടതിയിൽ അപേക്ഷ. തിങ്കളാഴ്ച കേസ് പരിഗണിക്കാനിരിക്കെ പ്രതി R ശിവദാസൻ നായരാണ് അപേക്ഷ നൽകിയത്. ഓൺലൈൻ വഴി പരിഗണിക്കാതെ കോടതി തുറന്ന ശേഷം കേസ് നേരിട്ട് പരിഗണിക്കണമെന്നാണ് അപേക്ഷ. കഴിഞ്ഞ ദിവസം ലാവ്ലിൻ കേസ് പരിഗണിക്കുന്ന ബെഞ്ച് സുപ്രീം കോടതി മാറ്റിയിരുന്നു. SNC ലാവ്ലിൻ അഴിമതി കേസ് തിങ്കളാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയതിന് പിറകെയാണ് കേസ് നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട പ്രതി R ശിവദാസൻ അപേക്ഷ നൽകിയത്. ഓൺലൈൻ വഴിയല്ലാതെ കോടതി തുറന്ന ശേഷം കേസ് നേരിട്ട് പരിഗണിക്കണമെന്നാണ് അപേക്ഷയിൽ ആവശ്യപ്പെട്ടത്. ഇത് സംബന്ധിച്ച് സുപ്രീം കോടതി തീരുമാനം വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം ലാവ്ലിൻ അഴിമതി കേസ് പരിഗണിക്കുന്ന ബെഞ്ചിൽ കോടതി ഇന്നലെ മാറ്റം വരുത്തിയിരുന്നു. ജസ്റ്റിസുമാരായ UU ലളിത്, വിനീത് സരൺ എന്നിവരടങ്ങുന്ന 2 അംഗ ബെഞ്ചാണ് ഇനി കേസ് പരിഗണിക്കുക. കേസിൽ ഹൈക്കോടതി വിധിക്കെതിരെ CBI നൽകിയ അപ്പീലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലുള്ളത്. ജനം, ഡൽഹി. സംഗീത സംവിധായകൻ ബാലഭാസ്കറിന്റെ ഡ്രൈവറെ CBI ചോദ്യം ചെയ്തു. ഡ്രൈവർ അർജുനെ 1.5 മണിക്കൂർ നേരമാണ് തൃശൂരിൽ ചോദ്യം ചെയ്തത്. അപകട സമയത്ത് ബാലഭാസ്കറാണ് വാഹനം ഓടിച്ചതെന്നാണ് അർജുൻ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിരുന്നത്. അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി അർജുൻ തന്നെയാണ് വാഹനം ഓടിച്ചതെന്ന മൊഴിയിൽ ഉറച്ചുനിന്നിരുന്നു. CBI ഈ മാസം ആദ്യം ലക്ഷ്മിയുടെയും ബാലഭാസ്കറിന്റെ പിതാവ് ഉണ്ണിയുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആശങ്ക ഒഴിയാതെ സംസ്ഥാനത്ത് പ്രതിദിന കൊറോണ വൈറസ് ബാധ ഏറ്റവും ഉയർന്ന നിരക്കിൽ ഇന്ന് 2543 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. 2097 പേർ ഇന്ന് രോഗമുക്തി നേടി. 23,111 പേരാണ് സംസ്ഥാനത്ത് നിലവിൽ ചികിത്സയിലുള്ളത്.
സംസ്ഥാനത്ത് ദിനംപ്രതി കൊറോണ ബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇന്ന് 2543 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം ജില്ല തന്നെയാണ് ഇന്ന് ജില്ലകളിൽ ഏറ്റവും മുന്നിലുള്ളത്. 532 പേർക്ക് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കൊറോണ സ്ഥിരീകരിച്ചു. മലപ്പുറം 298, ആലപ്പുഴ 286, എറണാകുളം 207, തൃശൂർ 189, കോഴിക്കോട് 174, കാസർഗോഡ് 157, കൊല്ലം 156, കണ്ണൂർ 135, പാലക്കാട് 127, കോട്ടയം 126, പത്തനംതിട്ട 88, ഇടുക്കി 49, വയനാട് 19 എന്നിങ്ങനെയാണ് കൊറോണ സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ. 7 മരണങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 75 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 156 പേർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 2260 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. ഇതിൽ 229 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ചവരിൽ സമ്പർക്ക ഉറവിടം വ്യക്തമാകാത്തത് ആരോഗ്യ പ്രവർത്തകരെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. 52 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 2097 പേരുടെ പരിശോധനാ ഫലവും നെഗറ്റീവായി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 1,94,431 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇന്ന് മാത്രം 2541 പേരെ സംസ്ഥാനത്തിന്റെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പുതുതായി 30 പ്രദേശങ്ങളെയും കൂടി ഹോട്ട്സ്പോട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തി. 34 പ്രദേശങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്താകെ 599 ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. ജനം, തിരുവനന്തപുരം. സംസ്ഥാനത്ത് 4 കൊറോണ മരണം കൂടി. തിരുവനന്തപുരം, കോഴിക്കോട്, പത്തനംതിട്ട ജില്ലകളിലാണ് മരണം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം കിളിമാനൂർ പപ്പാല സ്വദേശി വിജയകുമാറാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. കോഴിക്കോട് കല്ലായി സ്വദേശി അബ്ദുറഹ്മാനാണ് മരിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പത്തനംതിട്ടയിൽ 2 പേരുടെ മരണം കൊറോണ മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. തിരുവല്ല സ്വദേശികളായ അബ്ദുൾ അസീസ്, ലക്ഷ്മണൻ എന്നിവരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. കന്യാകുമാരി എംപിയും തമിഴ്നാട് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റുമായ എച്ച് വസന്തകുമാർ കൊറോണ ബാധിച്ചു മരിച്ചു. കൊറോണ ബാധിച്ചതിനെ തുടർന്ന് ഈ മാസം 10 മുതൽ ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പ്രമുഖ ഗൃഹോപകരണ ശൃംഖലയായ വസന്ത് ആൻഡ് കമ്പനി സ്ഥാപകനാണ്. സുശാന്ത് സിംഗ് രജപുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടി റിയ ചക്രവർത്തിയെ CBI ചോദ്യം ചെയ്തു. മുംബൈയിൽ DRDO ഓഫീസിൽ വെച്ചുള്ള ചോദ്യം ചെയ്യൽ 9 മണിക്കൂർ പിന്നിട്ടു. മരണത്തിന് മുൻപ് സുശാന്തിന് മയക്കുമരുന്ന് നൽകിയെന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് റിയയെ ചോദ്യം ചെയ്തത്. നെഹ്റു കുടുംബത്തിനെതിരെ കോൺഗ്രസിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. നേതൃമാറ്റമുണ്ടായില്ലെങ്കിൽ കോൺഗ്രസ് പ്രതിപക്ഷത്ത് 50 വർഷത്തേക്ക് തുടരുമെന്ന് ഗുലാം നബി ആസാദ്. പാർട്ടിയിലുടൻ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഗുലാം നബി ആസാദ് ആവശ്യപ്പെട്ടു. അതേസമയം മുതിർന്ന നേതാക്കളെ ഒഴിവാക്കി പാർലമെന്ററി സ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചു. പുനഃസംഘടന എന്ന ആവശ്യത്തിൽ മുതിർന്ന നേതാക്കൾ ഉറച്ചു നിൽക്കുകയാണ്. ബ്ലോക്ക് മുതൽ പ്രവർത്തക സമിതിയിലേക്ക് വരെ ഉടൻ തെരഞ്ഞെടുപ്പ് വേണമെന്ന കത്തിലെ പരാമർശം വീണ്ടും ഉന്നയിക്കുകയാണ് ഗുലാം നബി ആസാദ്. മാറ്റത്തിന് വിധേയമായില്ലെങ്കിൽ 50 വർഷത്തേക്ക് കോൺഗ്രസ് പ്രതിപക്ഷത്ത് തുടരുമെന്നും സോണിയയുടെ നേതൃത്വത്തെ വിമർശിച്ച് ഗുലാം നബി ആസാദ് പറയുന്നു. हम ये कह रहे हैं कि 23 साल से इलेक्शन नहीं है. हम जब सरकार में हैं UPA 1, UPA 2 तो शायद सरकार के दम पे पार्टी चलती है, लेकिन जब विपक्ष में है और सरकार सत्ताधारी पार्टी बहुत मजबूत है, उनके पास पावर भी है, सेंटर में है, स्टेट में है, उनके पास संगठन भी मजबूत है. एक संगठन ही 40-45 संगठन है. उनके पास संख्या भी है, उन्होंने वोट बेस भी बहुत बढ़ाया है. तो अगर मेरी पार्टी को 50 साल विपक्ष में बैठना है तो कोई इलेक्शन की जरूरत नहीं है. सवाल लीक का नहीं है, सवाल है कि हमने जो मुद्दे उठाए, इलेक्शन ब्लॉक का होना चाहिए, डिस्ट्रिक्ट का होना चाहिए, PCC का होना चाहिए, वर्किंग कमेटी का होना चाहिए, फुल टाइम प्रेसिडेंट होना चाहिए. इसमें किस कांग्रेस को आपत्ति होनी चाहिए? क्यों होनी चाहिए? इसमें सोनिया गांधी का अपमान कहाँ है? इसमें राहुल गांधी का अपमान कहाँ है? जो भी अध्यक्ष आए, जो भी नया अध्यक्ष आए, ഓരോ തെരഞ്ഞെടുപ്പിലും പാർട്ടി പരാജയങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. 10-15 വർഷത്തേക്ക് ഈ രീതിയിൽ പോയേക്കാം. ശേഷം കോൺഗ്രസ് ഇല്ലാതാകുമെന്നും ഗുലാം നബി ആസാദ് പ്രതികരിച്ചു. അതേസമയം നെഹ്റു കുടുംബത്തെ വിമർശിക്കുന്ന നേതാക്കളെ ഒതുക്കാനുള്ള നീക്കവും ശക്തമായി. ഗുലാം നബി ആസാദ് രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവാണെന്നിരിക്കെ ചീഫ് വിപ്പായി നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനായ ജയറാം രമേശിനെ നിയമിച്ചു. ഉപദേശകരായി അഹമ്മദ് പട്ടേലിനെയും KC വേണുഗോപാലിനെയും ഇന്നലെ നിയമിച്ചിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ പൊട്ടിത്തെറി കോൺഗ്രസിൽ പ്രതീക്ഷിക്കാം. ജനം, ഡൽഹി. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി പ്രവാസി ഡിബേറ്റ് കാണാം. നമസ്തേ.